ഈ ബംഗ്ലാവും ഇതിനോട് ചേർന്നുള്ള മറ്റെല്ലാ സ്വത്തുക്കളും എന്റെ ഭർത്താവ് എന്റെ പേർക്ക് എഴുതി വെച്ചിരിക്കുകയാണ്. എടി ശൂർപ്പണകേ, നീ എന്റെ അനിയനെ കൂടോത്രം ചെയ്ത് മയക്കി സ്വത്തെല്ലാം പിടിച്ചു പറിച്ചോ? ഗീതേ, ഞാൻ പറഞ്ഞ നടന്നില്ലേ? എങ്കിലും എന്റെ അച്ഛൻ ഇങ്ങനെ ചെയ്യുന്നു ഞാൻ വിചാരിച്ചില്ല. എടാ, നീ എന്നാലും എന്നോടൊരു വാക്ക് ചോദിച്ചോ? ഈ മോഹിനിയുടെ ആട്ടത്തിന് തുള്ളി ഞങ്ങളെയാണ് എഴുതി കൊടുത്തത്. ചേച്ചി, നല്ല ചൂടുള്ള ഇഡ്ഡലി സാമ്പാറുമുണ്ട്. നിന്റെ തന്തയ്ക്കുണ്ടോ കൊടുക്ക? ആ ചേച്ചി, ഗീതയും സോമനുമായിട്ടുള്ള വിവാഹം എപ്പോ നടത്താം? അയ്യോ, എനിക്ക് ഇഷ്ടമുള്ളപ്പോ നടത്തും. പണ്ടേ പറഞ്ഞ് ഉറപ്പിച്ചിട്ടുള്ളതല്ലേ ഈ വിവാഹം. പോരെങ്കിൽ മുറപ്പെണ്ണ്. ദേ, എന്റെ മോന്റെ വിവാഹം നടത്തേണ്ട എപ്പോഴാണ് ഞാൻ തീരുമാനിച്ചോളാം. എടോ കേമദ്രോഹി, നീ ഇതിന്റെ ഫലം അനുഭവിക്കാൻ ചാകുകയല്ലടാ. ചേച്ചി, നല്ല ചൂടുള്ള വടയും ചമ്മന്തിയുമുണ്ട്. നിന്റെ പട്ടിക്കുണ്ട കൊടുക്ക. ഒരു വടയെങ്കിലും കഴിച്ചിട്ട് പോവാമേ. വട ഒരു വട പോലും കഴിക്കാൻ സമ്മതിക്കില്ല. ഇതേ, എന്നെ വിവാഹം കഴിക്കില്ലെന്ന് പറയാനാണോ ഇങ്ങോട്ട് വന്നത്? നീ ഇത്രയ്ക്കേ ഉള്ളൂ. പണത്തിനു വേണ്ടി ഞാൻ ആരെയും സ്നേഹിച്ചിട്ടില്ല. പിന്നെ സ്നേഹത്തിൽ നിന്ന് കിട്ടുന്ന സുഖം, അതാണ് എന്റെ തിയറി. പണമില്ലാത്തതിന് വിവാഹം കഴിക്കാൻ ചേട്ടന്റെ അമ്മ സമ്മതിക്കുമോ? വേണ്ടി വന്നാൽ ഒരു പെണ്ണിനെ വിവാഹം കഴിക്കാൻ വേണ്ടി അമ്മയെ എതിർക്കുന്നു. ദിസ് ഈസ് ദ ഫസ്റ്റ് ടൈം. അല്ല, നോക്കൂ. തറുതല പറയുന്നതിന് അതിര് വേണം. നല്ല ഓർമ്മയാണ്. ജീവിതം ഒരു ചൂതുകളിയാണ്. ജയിക്കാൻ വേണ്ടി പാണ്ഡവന്മാർ പാഞ്ചാലി പണയം വെച്ചു. വേണ്ടി വന്നാൽ ഞാൻ അമ്മയും പണയം വെക്കും. നീ എന്റെ മോൻ തന്നെയാടാ.